പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കാൻ കൂടെ ബിക്കോസ് എനിക്ക് ഈ ലിസ്റ്റിൽ ഈ ആൾക്കാരും കൂടി ഈ രണ്ടുപേരും എന്റെ ലിസ്റ്റിലും കൂടി സീരിയസ്ലി എനിക്ക് ചാളക്കിത്ര മണമില്ല അമോണിയം കൂടെ ഇടാത്തോണ്ട് നല്ല ഫ്രഷ് സാധനം കിട്ടും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ചിലപ്പോ കൂരി പോയി പടത്തടഞ്ഞു ഒരു പ്രശ്നം. ഹലോ വള്ളി കളസ് പോരും പോവാൻ കണ്ണീരൊപ്പാൻ. ഗ്രൂപ്പിന്റെ ഉള്ളിലൊന്നും സംസാരിക്കാനുള്ളൂ, മൂത്ത് നോക്കി സംസാരിക്കാൻ ഒരാളും വരൂല. അതെന്താന്ന് അറിഞ്ഞൂടാ. Because some people are invisible. എങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവിടെ ഈ വീട്ടിൽ ഉണ്ടോ ഇല്ലെന്ന് അതുപോലെ അറിയത്തില്ല. അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ കളിക്കും. കുറെ ചെക്കന്മാര് തല്ലാനൊക്കെ പോട്ടാ, കൊച്ചു മുതലാളി നിങ്ങൾ പോവരുത്, നിങ്ങൾ ഔട്ട് ആവും, അപ്പോൾ ഞാനിങ്ങനെ ഒറ്റക്ക് നിൽക്കും, അങ്ങനെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. കളിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ. നീ ഇല്ലാതെ പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. എന്തൊക്കെയാണ് എനിക്ക് വയ്യ. എന്നിട്ട് അതിന്റെ അറ്റത്ത് തൂങ്ങിക്കാൻ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആദിലയും നൂറയും റെന ഫാത്തിമയെ പറയുന്നതാണ് ആദ്യം കേട്ട വോയിസ്. റെന ഫാത്തിമ അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും കൂടെ ചേർന്നിട്ട് ആദിലയും നൂറയും എന്നിട്ട് അനുമോളെയും ഭയങ്കരമായിട്ട് കളിയാക്കുകയും ഇവർ പാട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. ഭയങ്കര ശല്യമായിട്ടിരിക്കുക. അനുമോളെ ഒരുപാട് ഇവർ ഇത് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അനുമോൾ സഹിയേറ്റിട്ട് കുറേ സമയമൊക്കെ മിണ്ടാതിരിക്കും, പിന്നെ അനുമോൾ സ്റ്റാർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതലും കളിയാക്കലുകൾ ഏറ്റവും ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് അനുമോളാണ്. അതിന് മെയിനായിട്ട് നിന്നത് ഈ റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ ഇവരെ രണ്ടുപേരുടെ ഒപ്പം ചേർന്നിട്ട് ഈ അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെയും കൂടെ ചേർന്നിട്ട് ജയിലിൻ്റെ ഫ്രണ്ടിനായാലും അല്ലാതെ ബാക്കിയുള്ള സമയത്തിനായാലും അവരെ മനഃപൂർവ്വം ചെന്ന് കളിയാക്കി ആ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ സ്വന്തമായിട്ട് അവർ പോയി വഴക്കിടുന്ന കണക്കുള്ള ഒരു നിലയിലോട്ടാണ് ഈ റെന ഫാത്തിമ പ്രശ്നം കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം റെനയെ ആദില നൂറയും ചേർന്ന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കേട്ടിരുന്നിട്ട് റെന ഫാത്തിമ അവിടെ നിന്നിട്ട് ടോയ്ലറ്റിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ പോയിട്ട് കോഫി എന്തോ എടുത്തിട്ട് വരുന്നു. ആ ഒരു ഏരിയ വിട്ടേച്ച് കുറേ മാറാൻ നോക്കി, പക്ഷേ എന്നിട്ടൊന്നും ആദിലയും നൂറയും സംസാരം നിർത്തുന്നില്ല. അപ്പാനി ശരത്തിനെയും അക്ബറിനെയും കൂട്ടുപിടിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് റെന ഫാത്തിമയ്ക്ക് ഇപ്പം ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. റെനയ്ക്കൊന്നും റിപ്ലൈ ഇല്ല. കുറച്ച് സമയമൊക്കെ ഓക്കെ മോളെ എന്നൊക്കെ പറഞ്ഞൊക്കെ മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ വളരെ സൈലൻ്റായിപ്പോയി.